കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പരാതിയിൽ രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കാൻ പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള മാർട്ടിന്റെ വീഡിയോയിലാണ് നടപടി. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിജീവിത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്നു. പ്രതീഷ്, നമുക്ക് ആ വീഡിയോ കേട്ടാൽ ഒരു പാരലൽ വ്യാജ നറേറ്റീവ് ഉണ്ടാക്കുകയാണ് എന്ന് പലർക്കും തോന്നുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് മാർട്ടിൻ. അത് പലരും അത് വിശ്വസിക്കുന്നുണ്ട്, പല പ്രമുഖരും അത് ഷെയർ ചെയ്യുന്നുണ്ട്, അത് ആഘോഷമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷം. പ്രതീക്ഷ മാർട്ടിനെതിരെ മാത്രമാണോ കേസ്? അത് ഷെയർ ചെയ്തവർക്കൊക്കെ എതിരെ കേസിന് ആലോചനയുണ്ടോ പ്രതീഷ്? ഹാഷ്മി, നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ അതിജീവിതയ്ക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിന് പിന്നാലെ ആ ഘട്ടത്തിൽ കൂടിയായിരുന്നു മാർട്ടിൻ ആന്റണിയുടെ ഒരു പഴയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ അതിജീവിത നേരിട്ട് പറഞ്ഞത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് എതിരെ കർശനമായ നടപടിക്ക് ഒരുങ്ങുന്നത്. പോലീസിനോട് കർശന നിർദ്ദേശം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ വീഡിയോ മാർട്ടിൻ ആന്റണിയുടെ വെളിപ്പെടുത്തൽ എന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കും. കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിചാരണ വേളയിൽ ആ ഘട്ടത്തിലാണ് മാർട്ടിൻ ആന്റണി ഇത്തരത്തിലൊരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഈ വിചാരണ കോടതി ഉൾപ്പെടെ ഈ വീഡിയോയിൽ പറയുന്ന വാദങ്ങളൊക്കെ തന്നെ വിചാരണ വേളയിൽ തള്ളിക്കളഞ്ഞതാണ്. പിന്നാലെ വീണ്ടും വലിയ തരത്തിൽ പ്രമുഖരടക്കം ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെയും ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഈ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഹാഷ്മി, ഇത് പഴയ വീഡിയോ ആണ്. മാർട്ടിന്റെ ഭാഗത്താണ്. മാത്രമല്ല, ഈ വാദങ്ങളൊക്കെ കോടതിയിൽ ഒരു ഘട്ടത്തിൽ വരികയും കോടതി തള്ളുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്തരക്കാർ കോടതി വിധി 101% ശരിയാണ് എന്ന് വാദിക്കുന്നവരാണല്ലോ മാർട്ടിന്റെ വീഡിയോയും പങ്കുവെക്കുന്ന കൂട്ടർ. അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. അപ്പോൾ അത് ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കാനൊക്കെ ആലോചനയുണ്ടോ? ഒരു 3-4 അറസ്റ്റെങ്കിലും ഉടൻ പ്രതീക്ഷിക്കാവോ പ്രതീഷ്? ഹാഷ്മി, തീർച്ചയായും അത്തരത്തിലൊരു നടപടി അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി അതിജീവിത കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണയാണ് അതിജീവിതയ്ക്ക് നൽകിയത്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകൂ, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു മറുപടിയായിരുന്നു മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ തന്നെ പോലീസ് ഇതിനോടകം പരിശോധിച്ച് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രചരണം നടത്തുന്നവർക്കെതിരെയും സമൂഹ മാധ്യമം വഴി ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി തന്നെ ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ നിയമ നടപടിയിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിലേക്ക് കടക്കാനാണ് ആലോചന തോന്നുന്നു. 16 അക്കൗണ്ടുകൾ അതിജീവിതം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കാണിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതോ അഭിഭാഷകനോ ഒക്കെ കൂട്ടത്തിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും അത് തെറ്റാണ്, അത് വ്യാജമാണ്. അത് പങ്കുവെക്കുന്നവർക്ക്, അത് ഷെയർ ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടപടി, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ കയറി ഇറങ്ങാൻ ധൈര്യമുള്ളവർ, അതിനുള്ള സമയമൊക്കെ ഉള്ളവർ അത് ഷെയർ ചെയ്താൽ മതി. ഇല്ലേ, പണി ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.